നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വി.എസ്. അച്യുതാനന്ദനെ സ്മരിച്ച് നാട്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വി.എസ്. അച്യുതാനന്ദൻ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചെന്ന് നേതാക്കൾ. ചിറക്കടവ് മോഡൽ RPSൽ വൻ തീപിടുത്തം. ഒരു പുകപ്പുര പൂർണ്ണമായി കത്തി. 4 ടൺ ഒട്ടുപാലും 600 കിലോ റബ്ബർ ഷീറ്റും കത്തിപ്പോയി. 10 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം. പാലാ ജനറൽ ആശുപത്രിയിൽ റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് അനുമതി. 12 കോടി രൂപയുടെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നു. സൗകര്യങ്ങൾ ഒരുക്കിയത് ജോസ് കെ മാണി MP-യുടെ ഇടപെടലിൽ. പാക്കിൽ സംക്രമ വാണിഭം പൊടിപൊടിക്കുന്നു. കർക്കിടകം 31 വരെ വാണിഭം തുടരും. പഴമ തേടി നാട്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വി.എസ്. അച്യുതാനന്ദൻ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചെന്ന് മന്ത്രി V.N. വാസവൻ. രാഷ്ട്രീയ കേരളത്തിൽ സമര പോരാട്ടത്തിൽ നെടുനായകത്വം വഹിച്ച് ഭരണരംഗങ്ങളിൽ മികവ് തെളിയിച്ച കരുത്തുറ്റ ഭരണാധികാരിയായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്നും V.N. വാസവൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന പോലെ രാഷ്ട്രീയ കേരളത്തിൽ ദീർഘകാലം സമര പോരാട്ടങ്ങൾ നെടുനായകത്വം വഹിച്ചും ഭരണരംഗങ്ങളിൽ മികവാർന്ന രൂപത്തിൽ ഇടപെട്ടും പാർലമെന്ററി തലങ്ങളിൽ വലിയ സംഭാവന നൽകിയും കേരളത്തിൽ വലിയ രൂപത്തിൽ ജ്വലിച്ചു നിന്ന ഒരു വിപ്ലവ സൂര്യനാണ് സഖാവ് V.S. സഖാവ് എല്ലാ കാലഘട്ടങ്ങളിലും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ V.S. ഉണ്ടാവും. ആർക്കും സംശയം വേണ്ട. ആ സഖാവിൻ്റെ വേർപാട് രാഷ്ട്രീയ കേരളത്തിന് അപരിഹാര്യമായ ഒരു നഷ്ടമാണ് എന്നെല്ലാവർക്കും അറിയാം. ആ വിപ്ലവ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കുന്നില്ല. ജനഹൃദയങ്ങളിൽ അതിജ്വാലയായി ഉയരും. അതാണ് സൂചിപ്പിക്കാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അത്യുജ്വല നേതാവായ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ വിയോഗത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് നാട്. V.S. നടത്തിയ പോരാട്ടങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്തായി മാറിയെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവ സൂര്യൻ മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ശ്രദ്ധാഞ്ജലിയുമായി നാട്. നാടെങ്ങും V.S.ന് അഭിവാദ്യം അർപ്പിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ നിരന്നിരിക്കുകയാണ്. V.S. നടത്തിയ പോരാട്ടങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് നേതാക്കൾ പറയുന്നു. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച നേതാവായിരുന്നു V.S. അച്യുതാനന്ദനെന്ന് മാണി C. കാപ്പൻ MLA പറഞ്ഞു. പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും വേദനിക്കുന്നവന്റെയും തണലായിരുന്നു V.S. എന്നും പാലായിലെ ഇലക്ഷൻ പ്രചരണത്തിനെത്തിയപ്പോൾ പിതാവ് ചെറിയാൻ J. കാപ്പനുമായുണ്ടായ ജയിൽവാസത്തെക്കുറിച്ചും V.S. പറഞ്ഞത് ഹൃദയസ്പർശിയായി നിൽക്കുന്നുവെന്നും മാണി C. കാപ്പൻ സ്മരിച്ചു. 2006ലും 2011ലും പാലായിലെ ഇലക്ഷനിൽ KM മാണി സാറിനെതിരെ ഞാൻ മത്സരിച്ച 2 ഇലക്ഷനുകളിൽ അദ്ദേഹം പാലായിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു. അന്നവിടെ കുറച്ചുകൂടി വിശാലമായി അദ്ദേഹം പറഞ്ഞു, ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി മാണി C. കാപ്പൻ്റെ പിതാവ് ചെറിയാൻ J. കാപ്പൻ ഞങ്ങൾ ഒന്നിച്ച് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് പാലാ സബ് ജയിലിൽ. അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന തോന്നലുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരായ തടവുകാരെ അങ്ങനെ ഉപദ്രവിക്കില്ലായിരുന്നു. ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റും കൂടി ആയിരുന്നതുകൊണ്ട് പല സംശയങ്ങളും ചോദിക്കാനും പല പേപ്പറുകൾ എഴുതിക്കാനും ഒക്കെ ഫാദറിൻ്റെ അടുത്ത് പോലീസുകാർ വരുന്നത് V.S.ന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം ജയിലിൻ്റെ അഴികളിൽ കാല് കെട്ടിയിട്ടിട്ട് കാലിൽ ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാനും ഒരു മനുഷ്യരോടും മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യരൂപമാണ് ഇത് എന്നുള്ളത് ഓർമ്മിക്കണം. അഴിച്ചുവിടാൻ പറഞ്ഞെന്ന് അഴിച്ചുവിട്ടു. അന്നത്തെ അടിയിൽ നിന്നും എന്നെ രക്ഷിച്ചതാണ് ഈ സ്ഥാനാർത്ഥിയുടെ പിതാവ് എന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ ഹൃദയസ്പർശിയായി തട്ടി നിൽക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉന്നതനായ നേതാവായിരുന്നു V.S. അച്യുതാനന്ദനെന്ന് CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ പറഞ്ഞു. V.S. ഏറ്റെടുത്ത ജനകീയ പോരാട്ടങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്തായി മാറിയെന്നും TR രഘുനാഥൻ പറഞ്ഞു. V.S. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടത്തിൻ്റെ ഉത്തമ ജീവിത ഉദാഹരണമാണ് V.S. CPM രൂപീകരിക്കുന്നതിനിടയാക്കിയ വിധത്തിൽ CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി പോന്ന 32 നേതാക്കന്മാരിൽ ഏറ്റവും അവസാനത്തെ ജീവിച്ചിരുന്ന കണ്ണിയാണ് V.S. കേരളത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത് നിരവധി പോരാട്ടങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയുമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കെവർക്കും അറിയാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ചിറക്കടവ് മോഡൽ RPSൽ വൻ തീപിടുത്തം. ഒരു പുകപ്പുര പൂർണ്ണമായി കത്തിനശിച്ചു. ഒട്ടുപാൽ, റബ്ബർ ഷീറ്റ് ഉൾപ്പെടെ കത്തിപ്പോയി. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചിറക്കടവ് മോഡൽ RPSൽ ഇന്ന് പുലർച്ചെ വൻ തീപിടുത്തം. കൃഷിക്കാരിൽ നിന്നും സംഭരിക്കുന്ന ഒട്ടുപാൽ, റബ്ബർ ഷീറ്റ് എന്നിവ ഉണക്കാനിട്ടിരുന്ന പുകപ്പുരയ്ക്കാണ് തീപിടിച്ചത്. പുലർച്ചെ 5:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. 4 ടണ്ണോളം ഒട്ടുപാലും 600 കിലോ റബ്ബർ ഷീറ്റും കത്തിപ്പോയി. കൂടാതെ പശ, ആസിഡ് ഇവയെല്ലാം കത്തി. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി RPS സെക്രട്ടറി ഷാജിമോൻ ജോസ് പറഞ്ഞു. ഇന്ന് വെളുപ്പിനെ 5:30-6 മണിയോടുകൂടി വളരെ വലിയൊരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഞങ്ങൾ രണ്ട് പോപ്പരയുണ്ട്. അതിൽ ഒരു പോപ്പരയ്ക്കകത്ത് ഒട്ടുപാല്, കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുന്ന ഒട്ടുപാല് ഉണങ്ങി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്തോ ഇന്ന് നിർഭാഗ്യവശാൽ ഒരു 6 മണി 5:30-6 ആയപ്പോഴത്തേന് ഇവിടെ കിടപ്പ് ജോലിക്കാരുണ്ട്. ജോലിക്കാർ വിളിച്ച് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം തീ ആളി നമ്മുടെ പോപ്പരയിലെ ഒട്ടുപാല് ഷീറ്റ്, അതുപോലെ തന്നെ ഇൻപുട്സ്, ആസിഡ്, പശ, കോമ്പൗണ്ട്, റബ്ബർ കോമ്പൗണ്ട് ഇതെല്ലാം കൂടെ കത്തി നശിച്ച് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം നഷ്ടം ഇതിനകത്ത് ഉണ്ടായെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സ്ട്രക്ചറിൻ്റെ കൂടാതെ തന്നെ, അതായത് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ അതുപോലെയായി. അതാണ് 3-4 ടൺ ഒട്ടുപാലും അതുപോലെ തന്നെ ഷീറ്റ് ഒരു 600 കിലോ ഷീറ്റ് സൈഡുകളിൽ വെച്ചിരുന്ന എല്ലാം കത്തി നശിച്ചു. മുറിയിലെ വയറിങ്ങും പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട്. ശക്തമായ തീപിടുത്തത്തിൽ പുകപ്പുരയുടെ ചുറ്റുമുള്ള മുകൾ ഭാഗത്തെ ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിവീണു. മുറിക്കുൾവശം പൂർണ്ണമായും കത്തിയെരിഞ്ഞ് ചാമ്പലായി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തിയിട്ടില്ല. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. മറ്റു കെട്ടിടങ്ങളിലേക്ക് തീപിടിക്കുന്നതും ഒഴിവാക്കി. ചിറക്കടവ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ കീഴിലുള്ളതാണ് ചിറക്കടവ് മോഡൽ RPS. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ ജനറൽ ആശുപത്രിയിൽ റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയായി. 12 കോടി രൂപയുടെ ഉപകരണങ്ങളാണ് സ്ഥാപിക്കുന്നത്. പാല KM മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ RGCBയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റേഡിയോ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങളായ CT സ്കാനർ കം സിമുലേറ്റർ, അൾട്രാസൗണ്ട് സ്കാനർ ഉൾപ്പെടെ 12 കോടി രൂപയുടെ അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും അനുമതി ലഭ്യമായതായി ജോസ് കെ മാണി MP അറിയിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജീസ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പാലാ ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്പെഷ്യാലിറ്റി ലാബോറട്ടറിയുടെ 2ാം ഘട്ടമെന്ന നിലയിലാണ് നൂതന സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്തെ ജനറൽ ഹോസ്പിറ്റലുകളിൽ ആദ്യമായാണ് CT സ്കാൻ കം സിമുലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനം പാലായിൽ ഒരുങ്ങുന്നത്. രോഗനിർണയത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ ഏറ്റവും ആധുനിക നിലവാരത്തിൽ സാധാരണ ജനങ്ങൾക്ക് പാലയിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി നിലവിൽ നൽകുന്നുണ്ട്. ക്യാൻസർ മാർക്കറുകൾ, മോളിക്യുലർ വൈറോളജി പരിശോധനകൾ ഉൾപ്പെടെ മൾട്ടി സ്പെഷ്യാലിറ്റി പരിശോധനകളാണ് ഇവിടെ ചെയ്യുന്നത്. രോഗനിർണയം ആദ്യഘട്ടത്തിൽ നടത്തിയാൽ വിവിധയിനം ക്യാൻസറുകൾ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പാലായിൽ ഡയഗ്നോസ്റ്റിക് സൗകര്യം ലഭ്യമാകുന്നതോടെ കോട്ടയം ജില്ല ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിലെ ക്യാൻസർ രോഗികൾക്കും മറ്റു രോഗികൾക്കും വളരെ കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, പാല. പാക്കനാരുടെ ഓർമ്മയിൽ പാക്കിൽ സംക്രമ വാണിഭം. കർക്കിടകം 1-ന് പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്ത് ആരംഭിക്കുന്ന വാണിഭം 31 ദിവസം നീണ്ടു നിൽക്കും. നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങുന്നതിനായി എത്തുന്നത്. പാക്കനാരുടെ സ്മരണയിൽ കോട്ടയം പാക്കിൽ നടക്കുന്ന സംക്രമ വാണിഭത്തിന് തുടക്കം. കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31 വരെയാണ് സംക്രമ വാണിഭം നടക്കുന്നത്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ എതിർവശത്തുള്ള പടനിലം ക്ഷേത്ര മൈതാനത്താണ് നടക്കുക. പറയിപ്പറ്റ പന്തിരകുലത്തിലെ പാക്കനാർ പണ്ട് മുറം വിൽക്കാൻ എത്തിയ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പാക്കിൽ വാണിഭം നടക്കുന്നത്. കുട്ടയും മുറവും പായയുമാണ് പ്രധാന വിപണന ഉൽപ്പന്നങ്ങൾ. കൂടാതെ ഉരൽ, ഉലക്ക, അരകല്ല്, ആട്ടുകല്ല്, നാഴി, തൈര് കടയുന്ന മത്ത് തുടങ്ങിയവയും മൺകലം, കുടം, ചട്ടികൾ, കൂജ, വ്യത്യസ്തങ്ങളായ മൺപാത്രങ്ങൾ എന്നിവയും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ കൈക്കോടാലി, തഴപ്പായ, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, ഭരണി, കുപ്പി ഗ്ലാസുകൾ, ചെരുപ്പുകൾ തുടങ്ങിയവയെല്ലാം പാക്കിൽ സംക്രമ വാണിഭത്തിൽ ഉണ്ട്. കമ്മലുകളുടെയും വളകളുടെയും മാലകളുടെയും വിപുലമായ ശേഖരവും ഇവിടെയുണ്ട്. ഇത്തവണ മഴ കച്ചവടത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. കർക്കിടകം 31-ന് സംക്രമ വാണിഭം അവസാനിക്കും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് സംക്രമ വാണിഭത്തിലെത്തി സാധനങ്ങൾ വാങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ പൊൻകുന്നം റോഡിൽ 12-ാം മൈലിൽ നിയന്ത്രണം വിട്ട ലോറി കാറിലിടിച്ച് അപകടം. മിനി ലോറി റോഡിൽ മറിഞ്ഞെങ്കിലും ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പാല പൊൻകുന്നം റോഡിൽ 12-ാം മൈലിൽ നിർത്തിയിട്ടിരുന്ന ഹോണ്ട സിറ്റി കാറിൽ നിയന്ത്രണം വിട്ട മിൻലോറി ഇടിച്ചു കയറി. മിൻലോറി ഇടിച്ച് കാർ മുന്നോട്ട് നീങ്ങി സമീപത്തെ ടെലിഫോൺ പോസ്റ്റിലിടിച്ചു. കാർ അപകടത്തിൽ തകർന്നു. എയർബാഗ് പ്രവർത്തിച്ചതിനാൽ കാറിലുണ്ടായിരുന്ന സ്ത്രീ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മിൻലോറി റോഡിൽ മറിഞ്ഞെങ്കിലും ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിയിലെ അറവുശാലയിൽ നിന്നും മൃഗങ്ങളുടെ തോലും കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. 3 മണിയോടെയായിരുന്നു അപകടം. പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാല.
ട്രെയിൻ യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ കോട്ടയം ജില്ലാ ജയിലിൽ കഴിഞ്ഞു വരുന്നതിനിടെ ജയിൽ ചാടിയ പ്രതി അസം സ്വദേശി അമിനുൽ ഇസ്ലാമിനെ പിടികൂടി കോട്ടയത്തെത്തിച്ചു. ജയിൽ ചാടി അസമിലേക്ക് മുങ്ങിയ പ്രതിയെ 2 ആഴ്ചയിലേറെ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘം അസാമിൽ നിന്നും പിടികൂടി കോട്ടയത്ത് എത്തിച്ചത്. കോട്ടയത്തെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്ക് മാറ്റി. ഇനി ജയിൽ ചാടിയ കേസിൽ ഈസ്റ്റ് പോലീസ് എത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഉപ്പേരിയില്ലാതെ എന്തോണം? എന്നാൽ ഇക്കുറി വെളിച്ചെണ്ണ വില കുതിക്കുന്നത് കാരണം ഉപ്പേരി വില ഉയരുമെന്ന് ഉറപ്പായി. 480 രൂപയാണ് 1 കിലോ ഉപ്പേരിക്ക് വിപണിയിൽ ഇപ്പോൾ വില. ഓണം എത്തുമ്പോഴേക്കും വില 500 രൂപയ്ക്ക് മുകളിലെത്തുമെന്ന് ഉറപ്പായി. ഓണസദ്യയിലെ പ്രധാന വിഭവമാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. ഉപ്പേരിയില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇക്കുറി ഉയർന്നു നിൽക്കുന്ന വെളിച്ചെണ്ണ വില ഉപ്പേരി വില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. 480 രൂപയാണ് 1 കിലോ ഉപ്പേരിയുടെ ഇപ്പോഴത്തെ വില. വില എത്ര തന്നെ കൂടിയാലും വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന ഉപ്പേരിക്കാണ് ഇപ്പോഴും ഡിമാൻഡ് കൂടുതൽ. കോട്ടയം നഗരത്തിൽ വെളിച്ചെണ്ണയിലും പാമോയിലിലും ഉപ്പേരി വറുക്കുന്നുണ്ട്. 15 ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് ഏപ്രിൽ മാസത്തിൽ 4350 രൂപയായിരുന്നു. ജൂലൈയിൽ അത് 6510 രൂപയായി കൂടി. 20 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 4 മാസം മുൻപ് 6000 രൂപയായിരുന്നത് ഈ മാസം 9600 രൂപയായി കൂടിയിട്ടുണ്ട്. പാം ഓയിലിന് 360 രൂപയാണ് കിലോയ്ക്ക്. 440 രൂപയായിരുന്ന 1 കിലോ ഉപ്പേരിയുടെയും ശർക്കര വരട്ടിയുടെയും വില ഇപ്പോൾ 480 എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് 500 രൂപയ്ക്ക് മുകളിലെത്തുമെന്ന കാര്യത്തിൽ ഉറപ്പായി. 15 ലിറ്റർ മുതൽ 40 ലിറ്റർ വരെ വെളിച്ചെണ്ണയാണ് കോട്ടയം നഗരത്തിലെ കടകളിൽ ഒരു ദിവസം ഉപ്പേരി വറുക്കാൻ ആവശ്യമായിട്ടുള്ളത്. ശർക്കര വരട്ടിക്കും 480 രൂപയാണ് ഇപ്പോൾ കിലോയ്ക്ക്. മസാല ചിപ്സിന് 500 രൂപ. ശബരിമല സീസണിലും രാമായണ മാസത്തിലും ശബരിമല തീർത്ഥാടകർ കൂടുതലായി എത്തുന്നതിനാൽ വില കൂടുതലാണെങ്കിലും നല്ല കച്ചവടം ലഭിക്കാറുണ്ടെന്ന് ടൗണിലെ ഉപ്പേരിക്കടയിലെ ജീവനക്കാരി പറയുന്നു. 1 കിലോ ഉപ്പേരിക്ക് ഇപ്പോൾ 480 രൂപയാണ്. എന്തായാലും ഓണാകുമ്പോൾ ഇതിൽ കൂടും. അല്ല, 250 ഗ്രാം ഉണ്ട്. എത്ര വേണമെങ്കിലും എടുത്തു. നമുക്ക് ഇവിടെ ലൈവായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും എടുത്തു കൊടുക്കും. 100 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആദ്യമായാണ് ഇപ്പോൾ തന്നെ ഇത്തരം ഒരു വില വർധനയെന്നും കച്ചവടക്കാർ പറയുന്നുണ്ട്. നാടൻ വയനാടൻ ഏത്തക്കായാണ് ഉപ്പേരിക്കായി ഉപയോഗിക്കുന്നത്. 50 രൂപയായിരുന്ന കായ്ക്ക് 65 മുതൽ 70 രൂപ വരെയാണ് ഇപ്പോൾ വില. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VS അച്യുതാനന്ദനെ സ്മരിച്ച് നാട്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ VS അച്യുതാനന്ദൻ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചെന്ന് നേതാക്കൾ. ചിറക്കടവ് മോഡൽ RPSൽ വൻ തീപിടുത്തം. ഒരു പുകപ്പുര പൂർണ്ണമായി കത്തി. 4 ടൺ ഒട്ടുപാലും 600 കിലോ റബ്ബർ ഷീറ്റും കത്തിപ്പോയി. 10 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം. പാലാ ജനറൽ ആശുപത്രിയിൽ റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് അനുമതി. 12 കോടി രൂപയുടെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നു. സൗകര്യങ്ങൾ ഒരുക്കിയത് ജോസ് കെ മാണി MPയുടെ ഇടപെടലിൽ. പാക്കിൽ സംക്രമ വാണിഭം പൊടിപൊടിക്കുന്നു. കർക്കിടകം 31 വരെ വാണിഭം തുടരും. പഴമ തേടി നാട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.